إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون إن الذين لا يؤمنون بآيات الله لا يهديهم الله ولهم عذاب أليم. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന ആയുഷ്കാലം, ജീവിതം അവന് വേണ്ടി വിനിയോഗിച്ചുകൊണ്ട് പരലോകത്ത് നമുക്കും അത് തിരിച്ചു കിട്ടുന്ന രൂപത്തിൽ പുണ്യങ്ങൾ കൊണ്ടും ഈമാൻ കൊണ്ടും നിരതമായി ജീവിതമാക്കിയെടുക്കുക അല്ലാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് അല്ലാഹു നൽകുന്ന അല്ലെങ്കിൽ നൽകിക്കൊണ്ടിരിക്കുന്ന വലിയ അനുഗ്രഹം ഏതാകുന്നു എന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരം മാത്രമാണ് ഖുർആൻ നൽകുന്നത്. പ്രപഞ്ചത്തിലെ വായുവും വെള്ളവും മറ്റു ഭൗതിക സൗകര്യങ്ങളൊക്കെ ഈ അനുഗ്രഹത്തിൻ്റെ പട്ടികയിൽ പെട്ടതാണെങ്കിലും പ്രധാനമായി അല്ലാഹു ഉന്നയിക്കുന്നത്, ബോധ്യപ്പെടുത്തുന്നത് നമുക്ക് ഹിദായത്ത് ലഭിച്ചു എന്നത് തന്നെയാണ്. ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാക്കും ലിൽ ഈമാൻ. ഈമാനിലേക്ക് നിങ്ങളെ വഴി കാണിച്ചു തന്നു എന്നതാണ് അല്ലാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന, നിങ്ങളോട് കാണിക്കുന്ന വലിയ ഔദാര്യം. ആ ഒരു ഔദാര്യം നമുക്ക് ലഭിച്ചു എന്നതുകൊണ്ടാണ് നല്ല പോലെ ചിന്തിക്കുവാനും നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുവാനുമൊക്കെ അല്ലാഹു ഒരു ഇൽഹാം അല്ലെങ്കിൽ ഒരു ബോധം ആവശ്യമായ സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് നൽകുന്നത്. അതിനെപ്പറ്റി കൂടുതൽ പഠിക്കുവാനും എങ്ങനെയെല്ലാമാണ് ഹിദായത്ത് നിലനിർത്തുക, എപ്പോഴെല്ലാമാണ് ഹിദായത്ത്, ഈ സന്മാർഗം നഷ്ടപ്പെടുക തുടങ്ങിയ കാര്യങ്ങളിലേക്ക് ഖുർആൻ നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സമൂഹത്തിൽ അല്ലാഹു എന്തിന് എന്ന ഒരു ചോദ്യം ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിനെ പറ്റിയുള്ള പാഠങ്ങളും പഠനങ്ങളുമൊക്കെ അപരിഷ്കൃതമാണ്, കാലഘട്ടത്തിന് യോജിച്ചതല്ല എന്ന് വേണ്ടാത്ത രൂപത്തിൽ ധരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഖുർആൻ നൽകുന്ന ഈ ഒരു ഹിദായത്തിന്, സന്മാർഗ ബോധത്തിന് വലിയ പ്രാധാന്യമുണ്ട്. രണ്ട് തരത്തിലുള്ള സമീപനമാണ് ഒരാൾക്ക് നന്മയിൽ, ഹിദായത്തിൽ എത്തിച്ചേരുവാൻ അല്ലാഹു വെച്ചിരിക്കുന്നത്. ഒന്ന് ഹിദായത്തുൽ ഫഹം, കാര്യങ്ങൾ സ്വയം ബോധ്യപ്പെട്ടുകൊണ്ട് നല്ല വഴിയിലേക്ക് എത്തുക. വേറെയൊന്ന് ഹിദായത്ത് തൗഫീഖ്, അല്ലാഹുവിൻ്റെ തൗഫീഖ്, ഭാഗ്യം ലഭിച്ചുകൊണ്ട് ഹിദായത്തിലേക്ക് എത്തുക. ഇത് രണ്ടും രണ്ടാളുകൾക്കുള്ളതല്ല, ഒരേ ആൾക്ക്, ഒരേ വ്യക്തിക്ക് തന്നെയാണ് ഈ രൂപത്തിൽ നല്ലതിലേക്ക് എത്താൻ കഴിയേണ്ടത്. ഹിദായത്തുൽ ഫഹ്ം എന്നാൽ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഹുദൻ ലിന്നാസ്, ജനങ്ങൾക്കെല്ലാം ഹിദായത്താണ് ഖുർആൻ.
എന്നാൽ എല്ലാ ജനങ്ങളും ഹിദായത്തിലേക്ക് വരുന്നില്ല. അവിടെയാണ് ഈ പറഞ്ഞ മനുഷ്യർ വേണ്ട പോലെ അള്ളാഹുവിൻ്റെ ആയത്തുകളെ ഉൾക്കൊള്ളുന്നില്ല എന്ന പരാതി അള്ളാഹു പറയുന്നത്. 2 ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ നമ്മുടെയൊക്കെ മുമ്പിലുണ്ട്. ഒന്ന് ആയാത്തുൽ കൗൻ, ഈ പ്രപഞ്ചത്തിലുള്ള ഒരുപാട് ആയത്തുകൾ, പറഞ്ഞാൽ തീരാത്ത ആയത്തുകൾ. അതിനെപ്പറ്റി ഖുർആൻ തന്നെ പറഞ്ഞത് ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാത്തു റബ്ബി എന്നാണ്. ഈ പ്രപഞ്ചത്തിലും ഭൂമിയിലുമൊക്കെയായിട്ട് അള്ളാഹു നിക്ഷേപിച്ചിരിക്കുന്ന ആയത്തുകൾ, അതുമായി ബന്ധപ്പെട്ട വിജ്ഞാനങ്ങൾ രേഖപ്പെടുത്താൻ തുടങ്ങിയാൽ സമുദ്രത്തിലെ വെള്ളം പോലും മഷിയായിട്ട് അതിന് മതിയാവുകയില്ല എന്നാണ് പറയുന്നത്. അത്രയും വ്യാപ്തിയുള്ള, ആഴത്തിലുള്ള, നമ്മൾ പറയാറുള്ള പോലെ ഒരു പുരുഷായുസ് മുഴുവൻ നീക്കി വച്ചാലും പഠിച്ചാൽ തീരാത്ത ആയത്തുകളാണ് ഈ പ്രപഞ്ചത്തിലുള്ളത്. മറ്റൊരായത്താണ് നാം ഖുർആൻ ഓതുമ്പോഴൊക്കെ കേൾക്കുന്ന, പറയുന്ന ഖുർആനിലെ ആയത്തുകൾ എന്നത്. സൂറത്തുൽ ഫാത്തിഹ മുതൽ നാസ് വരെ 6236 ആയത്തുകൾ ഉണ്ട് എന്നത് ഓരോ വചനങ്ങളാണ്. ഈ 2 ആയത്തുകളും നമുക്ക് പ്രധാനമാണ്. സൂര്യൻ ഉദിക്കുന്നു, അത് അസ്തമിക്കുന്നു, ചന്ദ്രനും മറ്റു നക്ഷത്രങ്ങളും ഗോളങ്ങളുമൊക്കെ പ്രവർത്തിക്കുന്നു. അത് അള്ളാഹുവിൻ്റെ ആയത്താണ്. അതേ അള്ളാഹുവാണ് ഈ 114 അധ്യായങ്ങളിലെയും ഈ പറഞ്ഞ ആയത്തുകൾ പറയുന്നത്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, പ്രപഞ്ചത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആയത്തുകൾക്കിടയിലും ഖുർആനിലുള്ള ആയത്തുകൾക്കിടയിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തരത്തിലുള്ള വൈരുദ്ധ്യവുമില്ല. പ്രപഞ്ചം എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്, എത്ര കണ്ട് നമുക്ക് ശരിയാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടോ അതുപോലെ ശരിയാണെന്ന് ബോധ്യപ്പെടുന്നതാണ് ഖുർആനിലെ ഓരോ ആയത്തുകളും. ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ, ആദ്യം പറഞ്ഞ പ്രപഞ്ചത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളാണ്. അവൻ പലപ്പോഴായി നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന, നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന വിവിധ പ്രവർത്തനങ്ങളാണ്. ഖുർആനാവട്ടെ അള്ളാഹുവിൻ്റെ കലാമുമാണ്, വാക്കുമാണ്. വാക്കും പ്രവർത്തനങ്ങൾക്കുമിടയിൽ വ്യത്യാസം ഇല്ല എന്നർത്ഥം. ഈ ഒരു ലളിതമായ തലമാണ് എന്തിനാകുന്നു ഹിദായത്ത് എന്നതിലേക്ക് അള്ളാഹു നമ്മളെ കേൾപ്പിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടാകുന്നു ആളുകൾക്ക് ഇത് ബോധ്യം വരാത്തത്, സംശയങ്ങൾ കൂടിക്കൂടിക്കൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാകുന്നു അള്ളാഹുവിനോട് ഒരു പോരാട്ട മുഖത്ത് നിന്നുകൊണ്ട് ആളുകൾ സംസാരിക്കുന്നത്? അത് ഖുർആൻ പറയുന്നത് ബുദ്ധിയുടെ കുറവല്ല, അറിവിൻ്റെ കുറവല്ല, അനുഭവത്തിൻ്റെ ദാരിദ്ര്യമല്ല, മറിച്ച് ഇന്നല്ലദീന ലാ യുഅ്മിനൂന ബിആയാത്തില്ലാ ലാ യഹ്ദീഹിമുല്ലാഹു, അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ വിശ്വസിക്കാത്തവർ, പ്രപഞ്ചത്തിലുള്ള നിരവധി അനവധി ആയത്തുകൾ ഉൾക്കൊള്ളാൻ സാധിക്കാത്തവർക്ക് ലാ യഹ്ദീഹിമുല്ലാ, അള്ളാഹു അവരെ നേർവഴിയാക്കുകയില്ല. ബുദ്ധി വേണ്ട പോലെ ഉപയോഗിക്കാത്തവർക്ക് അള്ളാഹു നേർവഴി കാണിച്ചു കൊടുക്കുകയില്ല. അതിൽ എന്തെങ്കിലും ഒരു അമർഷം അള്ളാഹുവിനോട് ഉണ്ടാവേണ്ടതില്ല. അള്ളാഹു ഏതെങ്കിലും ഒരാളെ, ഒരു വിഭാഗത്തെ അങ്ങനെ പാടെ കൈയൊഴിക്കുകയുമല്ല. പഠിക്കുവാനും ചിന്തിക്കുവാനും ഒക്കെ കഴിവ് കൊടുത്ത് ആ കഴിവ് വേണ്ട പോലെ പ്രാവർത്തികമാക്കി എത്തിച്ചേരേണ്ട ഒരു പോയിന്റാണ് ഹിദായത്ത്. അങ്ങനെ പഠനം നടത്തിയാൽ അവിടെ അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടാകും. പഠിച്ചിട്ടും പിന്നോട്ട് പോവുകയാണെങ്കിലോ അപ്പോൾ പിന്നെ അള്ളാഹു അവരെ കൈവടിയുകയും ചെയ്യും. അത് ഇപ്പോഴും മാത്രമല്ല, പണ്ട് കാലം മുതൽ തന്നെ അള്ളാഹുവിൻ്റെ ഒരു നടപടിക്രമം അങ്ങനെയാണ്. സമൂദ് എന്ന ഒരു പൂർവ സമൂഹത്തെ പറ്റി പറയുന്നുണ്ട്. അവരുടെ സമീപനം അങ്ങനെയായിരുന്നു.
ഫഅമ്മാ സമൂദ് ഫഹദൈനാഹും ഫസ്തഹബ്ബുൽ അമാ അലൽ ഹുദ. അവർക്ക് അള്ളാഹു എന്ത് നൽകി? ഈ പറഞ്ഞ ഹിദായത്ത് കാണിച്ചു കൊടുത്തു. പക്ഷേ അവർ വീണ്ടും മറുകണ്ഠം ചാടി ഹിദായത്ത് വലിച്ചെറിഞ്ഞു, അന്ധമായി ജീവിച്ചു. അപ്പോൾ അവർ ഏത് വഴിക്കാണോ തിരിഞ്ഞത് ആ വഴിക്ക് പോവേണ്ടി വരികയും ചെയ്തു. നാം പറയുന്നത് സത്യമാണെന്ന് ബോധ്യപ്പെടാൻ, അള്ളാഹു ഉണ്ട്, ഖുർആൻ സത്യമാകുന്നു, ഇതൊക്കെ എൻ്റെ ജീവിതത്തിനാകുന്നു എന്ന് ബോധ്യപ്പെടാൻ അള്ളാഹു തന്നെ നമുക്ക് ചുറ്റുമായിട്ട് ധാരാളം അനുഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് പ്രപഞ്ചത്തിൽ മാത്രമല്ല, നമ്മുടെ സ്വന്തം ശരീരത്തിലും, വഫീ അംഫുസിക്കും, നമ്മളുടെ സ്വന്തം ശരീരത്തിലും, നമ്മളുടെ ശരീരത്തിലുള്ള ഓരോ അവയവത്തെ പറ്റിയും എഴുതാനിരുന്നാൽ ആയിരക്കണക്കിന് വോള്യം ഓരോ അവയവത്തെ പറ്റിയും തന്നെ വേണ്ടി വരും. കണ്ണിനെ പറ്റി പഠിച്ചെഴുതിയാൽ, വായയിലെ 32 പല്ലുകളെയും പറ്റി പഠിച്ചാൽ, ഓരോ അവയവവും അങ്ങനെ പഠിച്ച് എഴുതിയാൽ വോള്യങ്ങൾ തന്നെ വേണ്ടി വരും. അപ്പോൾ സ്വന്തം ശരീരത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളും ഒരാൾക്ക് എളുപ്പത്തിൽ ഹിദായത്തിലേക്ക് എത്തുന്ന രൂപത്തിലാണ് അള്ളാഹു ഉള്ളത്. അതോടൊപ്പം അള്ളാഹുവിനെ ബോധ്യപ്പെടാനുള്ള മൂന്നാമതൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിവിധ അനുഭവങ്ങളാണ്. നല്ലതും ചീത്തയുമായി, ആശ്വാസമുള്ളതും സങ്കടമുള്ളതുമായിട്ട് പലതരം സംഭവങ്ങളും സന്ദർഭങ്ങളും ജീവിതത്തിലൂടെ കഴിഞ്ഞു പോകുന്നുണ്ട്. അതെന്തിനാകുന്നു വെച്ചത്? പഠിക്കാൻ വേണ്ടി. എന്ത് പഠിക്കാൻ? ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു പടച്ചവൻ അള്ളാഹു ഉണ്ട് എന്ന പാഠം സ്വയം പഠിക്കാൻ വേണ്ടി. നമ്മൾ പലപ്പോഴും കേട്ടിരിക്കുന്ന ആയത്തുണ്ടല്ലോ, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും. പരീക്ഷിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ജീവിക്കാനുള്ള കാലയളവ് നിശ്ചയിച്ചിരിക്കുന്നത്. നമ്മൾ 50, 60, 80 വർഷം ജീവിച്ചാൽ അത് സുഖമായി ജീവിച്ചു എന്ന് നമ്മൾ പരിചയപ്പെടുത്തുമെങ്കിലും അള്ളാഹുവിൻ്റെ പക്കൽ അവൻ കാണുന്നത് ഒരു പരീക്ഷണ കാലയളവായിട്ടാണ്. പരീക്ഷണത്തിന് 2 ലക്ഷ്യമുണ്ട്. സ്കൂളിലും കോളേജിലുമൊക്കെ കുട്ടികൾ പരീക്ഷ എഴുതാറുണ്ട്. അത് 8, 10 മാസം, ഒരു വർഷമൊക്കെ പഠിച്ചിട്ടാണ് ഏതാനും ദിവസങ്ങൾ പരീക്ഷയ്ക്ക് അഭിമുഖീകരിക്കേണ്ടി വരിക. പക്ഷേ പടച്ചവൻ ഏർപ്പെടുത്തിയ പരീക്ഷ നേരെ മറിച്ചാണ്. പഠിക്കാൻ പുസ്തകങ്ങളൊന്നുമില്ല. ആദ്യം അള്ളാഹു ചില പരീക്ഷകൾ തരും. അതിൽ നിന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിക്കേണ്ടി വരും. ധാരാളം പഠിച്ചിട്ട് 2, 3, 4 മണിക്കൂർ പരീക്ഷ എഴുതുക എന്നുള്ളത് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഓരോ സന്ദർഭങ്ങളിലും പരീക്ഷണങ്ങളിലും പുതിയ പാഠം പഠിക്കാൻ സാധിക്കുക എന്നുള്ളിടത്താണ് നമ്മളുടെ ഈമാനും ഹിദായത്തും തിളങ്ങി നിൽക്കുന്നത്. ഇന്ന സംഭവം എനിക്കുണ്ടായപ്പോൾ ഇങ്ങനെയൊക്കെയായി, എങ്കിൽ അതില്ലാതിരിക്കാൻ എന്തു വേണം എന്നത് സ്വയം പഠിക്കാൻ തീരുമാനിച്ചാൽ അടുത്ത ഒരു ഘട്ടത്തിൽ ആ തെറ്റ്, ആ പരാജയം, ആ നഷ്ടം ആവർത്തിക്കുകയില്ല. അപ്പോൾ ജീവിതത്തെ ശാസ്ത്രീയമായിട്ട് ശരീരത്തെ പഠിക്കാം. അതോടൊപ്പം ഓരോ സന്ദർഭത്തിലുണ്ടാവുന്ന പരീക്ഷണങ്ങളെയും ഈ രൂപത്തിൽ പഠിച്ചാൽ അതും നമ്മെ എത്തിക്കുന്നത്, നയിക്കുന്നത് അള്ളാഹുവിലേക്കാകുന്നു എന്നർത്ഥം. ഇങ്ങനെ അള്ളാഹുവിലേക്കുള്ള കാര്യങ്ങളും വഴികളും എളുപ്പമാക്കി എല്ലാ നിലക്കും അവനെ കൂട്ടുപിടിച്ചുകൊണ്ട് ജീവിക്കുക, അവനെ മാത്രം അവലംബിക്കുക എന്നതാണ് ഹിദായത്തിൻ്റെ മാധുര്യം നമുക്ക് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഘടകം. ഇല്ലല്ലദീന താബു വ അസ്ലഹു വഅതസമു ബില്ലാഹി വ അഖ്ലസു ദീനഹും ലില്ലാഹ് ഫഉലൈക മഅൽ മുഅ്മിനീൻ ഫസൗഫ യുഅ്തില്ലാഹുൽ മുഅ്മിനീന അജ്റൻ അദീമ. 4 ക്വാളിറ്റി, യോഗ്യതകളാണ് ഒരാൾ ഹിദായത്തിൽ, ഈമാനിൽ നിലനിൽക്കാൻ അള്ളാഹു നിർണയിക്കുന്നത്. 1 തൗബ,
പശ്ചാത്താപ ബോധം, തന്നിൽ എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും പോരായ്മകളും ഉണ്ടോ എന്ന് നിരന്തരം ചിന്തിക്കുന്ന ഒരു മനസ്സ്. അതാണ് തൗബ എന്നതിൻ്റെ ലളിതമായ അർത്ഥം. മറ്റൊന്ന് ഇസ്ലാഹ്, നിലപാടുകൾ നന്നാക്കുക. നമുക്ക് ഈമാനുണ്ട്, ഇസ്ലാമുണ്ട്, തഖ്വയുണ്ട്, അതെല്ലാം ഒരു മൂലയിൽ കൂട്ടിവെച്ച് ഇരിക്കുകയല്ല, പിന്നെയോ അതനുസരിച്ച് കൊണ്ട് നിലപാടുകൾ നന്നാക്കുക. അതാകുന്നു ഇസ്ലാഹ്. ആ നിലപാടുകളിൽ അഖീദയും ആദർശവും വിശ്വാസവും ആരാധനകളും ഒക്കെ പെടും. അപ്പം എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിനോടും മനുഷ്യരോടുമുള്ള നിലപാട് നന്നാക്കുക. മൂന്നാമത്തത് വഅ്തസമൂബില്ല, അള്ളാഹുവിനെ എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായും അവലംബിക്കുക. ഒരു വസ്തു നമ്മൾ കൈകൊണ്ട് മുറുക്കി പിടിച്ചാൽ അത് പോവുകയില്ല, പുറത്തേക്ക് പോവുകയില്ല, നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും എന്നതുപോലെ അള്ളാഹുവിനെ ഈ രൂപത്തിൽ പൂർണ്ണമായും മുറുക്കി പിടിക്കുക. അവൻ നമ്മളോട് പിണങ്ങാൻ പാടില്ല, നമ്മൾ അവനോടും പിണങ്ങി അകന്നു പോവാൻ പാടില്ല. വ അഖ്ലസൂ ദീനഹു, സർവോപരി ചെറുതും വലുതുമായ എല്ലാ കാര്യത്തിലും പൂർണ്ണമായ മനസ്സാന്നിധ്യം, ഇഖ്ലാസ്, ഏകാഗ്രത, അത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഹിദായത്ത് അള്ളാഹുവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് അവനിൽ എല്ലാം അർപ്പിച്ചുകൊണ്ട് തനിക്ക് എന്ത് സംഭവിച്ചാലും അവൻ തന്നെ കൈവടിയുകയില്ല എന്ന പ്രതീക്ഷയിൽ ഒരാൾക്ക് മുന്നോട്ട് പോവാൻ കഴിയും എന്നാണ് ഖുർആൻ പറയുന്നത്. അവരാകുന്നു മുഅ്മിനീങ്ങൾ. ഫഉലൈക മഅൽ മുഅ്മിനീൻ, അവർക്ക് വമ്പിച്ച പ്രതിഫലവും അള്ളാഹു പിന്നീട് കൊടുക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പം ആ നിലക്ക് ഹിദായത്തിന് പരിക്കേൽക്കാത്ത രൂപത്തിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാളേറെ ഒരു തർബിയത്ത് എന്നോണം അത് നമ്മളുടെ കുട്ടികൾക്കും വളർന്നു വരുന്ന ആളുകൾക്കും മക്കൾക്കുമൊക്കെ നിരന്തരം പറഞ്ഞു കൊടുക്കുക. വളരെ വളരെ അപകടകരമായ, പുറത്തേക്കിറങ്ങിയാൽ ഒരു മിനിറ്റ് കൊണ്ട് നമ്മളുടെ ശ്രദ്ധയും മനസ്സുമൊക്കെ മാറുന്ന പശ്ചാത്തലമാണ് കുട്ടികൾക്ക് മുമ്പിലുള്ളത്. അവരെ അതിൽ നിന്ന് രക്ഷിക്കുവാൻ ഈ പറഞ്ഞ ഹിദായത്ത് ബോധം മാത്രമേ സാധിക്കുകയുള്ളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന 2 വാക്ക് പ്രാർത്ഥന വളരെ പ്രധാനമാണ്. അദ്ദേഹം പറയാറുണ്ടായിരുന്നത് അല്ലാഹുമ്മ റഹ്മതക അർജു വ അസ്ലിഹ് ലീ ഫീ ശഅനി എന്നിങ്ങനെയുള്ള വാക്കുകൾ ആവർത്തിക്കാറുണ്ട്. നമുക്കും മക്കൾക്കും നന്മയുടെ പാതയിൽ പോവാൻ അത് തന്നെയാണ് വേണ്ടത്. പടച്ചവനെ, ഞാൻ ആഗ്രഹിക്കുന്നത് നിന്റെ റഹ്മത്ത് മാത്രമാണ്. നമ്മളുടെ ചിന്തയിലും പഠനത്തിലും പ്രശ്നത്തിലും മറ്റു ഇടപാടിലുമൊക്കെ അള്ളാഹുവിൻ്റെ റഹ്മത്ത്. അതുപോലെ വ അസ്ലിഹ് ലീ ഫീ ശഅനി, എൻ്റെ എല്ലാ കാര്യങ്ങളും നീ നന്നാക്കിയെടുക്കണമേ. അള്ളാഹുവിനാകുന്നു ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുക. നമുക്ക് എത്രമാത്രം ഭൗതിക സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും ആ കാര്യം വീണ്ടും അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് അള്ളാഹു ഒരിക്കലും നമ്മളെ കൈവടിയുകയില്ല എന്ന ഈ പ്രതീക്ഷ സ്വന്തം ജീവിതത്തിൽ നിലനിർത്താനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ നമ്മളെ ഉപദേശിക്കുന്നത്. എല്ലാവരും അള്ളാഹുവിനോടുള്ള ഈ ബന്ധം നന്നാക്കിയെടുത്തുകൊണ്ട് അവനിലേക്ക് ധാരാളമായി അടുക്കുവാനുള്ള സന്ദർഭങ്ങൾ സ്വയം സൃഷ്ടിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുക. അള്ളാഹു നമ്മയെല്ലാം അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ നുസല്ലി വനുസല്ലിമു അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സംശയങ്ങൾ കൂടി വരുന്ന കാലത്ത് അള്ളാഹു നൽകിയിരിക്കുന്ന ബുദ്ധിയും സാമർഥ്യവും ചിന്തയും ഗവേഷണവുമൊക്കെ വഴിതെറ്റി അള്ളാഹുവിനെ കൈവടിയുന്ന ഒരു കാലം വന്നാൽ എന്തായിരിക്കണം ചെയ്യേണ്ടത്? നബിയോട് അങ്ങനെയുള്ള പ്രശ്നം ചില ആളുകൾ ഉന്നയിക്കുകയുണ്ടായി. ഹാദ ഖലഖല്ലാഹു അൽ ഖൽഖ,
ഈ കാണുന്ന സൃഷ്ടികളെയൊക്കെ പടച്ചവനാണ് സൃഷ്ടിച്ചത് എന്ന് നിങ്ങൾ പറയുന്നു. അപ്പോൾ ഫമൻ ഖലഖല്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങളോടൊരു ചോദ്യം, ആരാണ് പടച്ചവനെ സൃഷ്ടിച്ചത്? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റസൂലുള്ളയോട് ഉന്നയിച്ച അല്ലെങ്കിൽ അദ്ദേഹം ആശങ്കപ്പെട്ട ആ ചോദ്യമാണ് ഇന്നും കേൾക്കുന്നത്. അതിൻ്റെ വാക്കുകൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും എന്നേയുള്ളൂ. ആരാകുന്നു പടച്ചവനെ സൃഷ്ടിച്ചത്? ഇങ്ങനെ ഒരു ചോദ്യത്തെ എങ്ങനെ സമീപിക്കണം? ശാസ്ത്രം, ടെക്നോളജി എല്ലാം നമുക്ക് ലഭ്യമാണ്. പക്ഷേ അതിൻ്റെയൊക്കെ അപ്പുറത്ത് പോയിട്ട് ഈ ചോദ്യത്തെ പരിഹരിക്കാനാണ് റസൂലുള്ള പറയുന്നത്. ഒറ്റ വാക്കിലൂടെ. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയാൽ, അങ്ങനെ ഒരു ആശങ്കയും സംശയവും മനസ്സിൽ ഉണ്ടായാൽ, അതിനെ മറികടക്കാൻ ഒരു ഒറ്റമൂലി മാത്രമേയുള്ളൂ. ഫഖുൽ ആമൻതു ബില്ലാഹ്, ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, എൻ്റെ ഈമാൻ പെർഫെക്റ്റ് ആണ്, പൂർണ്ണമാണ്, അതൊരിക്കലും ഇളകുകയില്ല എന്ന് ആണയിട്ട് പറയുക. ആമൻതു ബില്ലാഹ് എന്ന ആ രണ്ട് വാക്കിന് ആകാശഭൂമികളോളം ഭാരം തൂങ്ങുന്ന വാക്കാണത്. ആ വാക്ക് മനസ്സിൽ നിന്ന് ഉത്ഭവിച്ചുകൊണ്ട് മൊഴിഞ്ഞാൽ അതിൻ്റെ മുമ്പിൽ പിന്നെ ഒരു സംശയങ്ങളും പിടിച്ചു നിൽക്കുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോൾ ആ ഒരു മറുപടി, അതിൻ്റെ അർത്ഥം ശാസ്ത്രത്തെയും ശാസ്ത്രീയമായ അനുഭവങ്ങളെയും പരീക്ഷണങ്ങളെയും ഒക്കെ നമുക്ക് മാറ്റിവെച്ചിട്ട് അന്ധമായ ഈമാൻ മതി എന്നല്ല. എല്ലാ കാര്യങ്ങളും നമുക്ക് നൽകുന്ന ബോധ്യം വേണ്ടത്ര വിജയിക്കുന്നില്ല എങ്കിലും, അതായത് സയൻസും ശാസ്ത്രവുമൊക്കെ ഒരു വേള പരാജയപ്പെട്ടാലും റസൂലുള്ള പറഞ്ഞിരിക്കുന്ന ഈമാനിന് മാത്രമേ മനുഷ്യനെ ഈ രൂപത്തിൽ ഉറപ്പിച്ച് മുൻനിർത്താൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യമാണ്. ആ ഒരു നിലവാരത്തിലേക്ക് ഈമാനിലൂടെയും അത് ഉൽപ്പാദിപ്പിക്കുന്ന തഖ്വയിലൂടെയും അതിൻ്റെ അനുബന്ധങ്ങളായ ആരാധനകൾ, സൽസ്വഭാവം, പെരുമാറ്റങ്ങൾ, നല്ല ഗുണങ്ങൾ, ഇവയിലൂടെയൊക്കെ നമ്മൾ സ്വയം വളരുവാനും മറ്റുള്ളവർക്ക് മാതൃകയായി നിലകൊള്ളുവാനും ശ്രദ്ധിക്കുക, ശ്രമിക്കുക, മറക്കാതിരിക്കുക. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വഴിതെറ്റിപ്പോകുന്ന എല്ലാ സന്ദർഭങ്ങളിൽ നിന്നും നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ യുവാക്കളെയും ഒക്കെ പടച്ചവനെ നീ രക്ഷിച്ച് ഈമാനിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെയൊക്കെ നീ അനുഗ്രഹിക്കണമേ. അള്ളാഹു നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിച്ച് അതിൻ്റെ ഫലമായി ഈ ലോകത്തും പരലോകത്തും ആശ്വാസകരമായ ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു എല്ലാ അർത്ഥത്തിലും പുറത്തു കൊടുത്ത് സ്വർഗം നൽകി അവരുടെ ബർസഖിയായ ജീവിതം പ്രകാശമാനമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ മരിച്ചുപോയ ഏതാനും സഹോദരന്മാരുമുണ്ട്. നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ടവരൊക്കെ അതിലുണ്ട്. എല്ലാവർക്കും നാം പ്രാർത്ഥിക്കുക, അള്ളാഹു അവർക്കെല്ലാം മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അപ്രകാരം തന്നെ രോഗിയായി കിടക്കുന്നവൾ ആശുപത്രിയിൽ ഓപ്പറേഷന് വിധേയമാവർ, ഇനി ഓപ്പറേഷൻ നിശ്ചയിച്ചവർ പല ആളുകളുമുണ്ട്. അവർക്കെല്ലാം അള്ളാഹു അവൻ്റെ റഹ്മത്ത് കൊണ്ട് എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും നീക്കം ചെയ്ത് ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻകും വൽ അംവാത്ത്. اللهم ربنا تقبل منا دعاءنا إنك أنت السميع العليم. اللهم أجرنا من النار وأدخلنا الجنة مع الأبرار يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.